അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെയിലും കുളിരും അതൊന്നുമേ കൂടാതെ വിറക് കെട്ടിയിട്ട് സ്വതക്ക കൊടുത്തോവർ. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ഔലിയാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് കഴിഞ്ഞിരുന്ന മഹാനായിരുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു. അതിനോടൊപ്പം തന്നെ മഹാനവറുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഹജീവി സ്നേഹം, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഒരു വിഭാഗം സെക്ഷൻ തന്നെയാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു മാതൃക മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലുടനീളം കാണാമായിരുന്നു. നേരത്തെ ഞാൻ പാടിയ ആ ഒരു വരി, വെയിലും കുളിരും അതൊന്നുമേ കൂടാതെ വിറക് കെട്ടിയിട്ട് സ്വതക്ക കൊടുത്തോവർ. മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ഒരുപാട് ദൂരം സ്ഥലങ്ങളിലേക്ക് പോയി, കാടുകളിൽ പോയിക്കൊണ്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുക പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക കൊടുക്കുമായിരുന്നു. ഇത് മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരും കൂട്ടി ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സേവന പ്രവർത്തനമായിരുന്നു. മാത്രമല്ല മഹാനവറുകളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം, ആ നാട്ടിൽ ഒരു നായ ശരീരമാസകലം മുറിവ് വന്ന് അതിന് ശരിക്ക് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ആരും ആ നായയെ അടുപ്പിക്കുന്നില്ല, എല്ലാവരും കല്ലെടുത്ത് ഓടിക്കുകയാണ്. കാരണം അത്രക്ക് നാറ്റമാണ്, മാത്രമല്ല ശരീരം മുഴുവനും മുറിവ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നാട്ടുകാരായ ആളുകൾ മുഴുവനും ആ നായയെ ആട്ടി ഓടിക്കുന്നു. ആ നായക്കാണെങ്കിൽ ഓടാനും വയ്യ, നിൽക്കാനും വയ്യ. അങ്ങനത്തെ ഒരു പരുവത്തിലായിരിക്കുന്നൊരു നായ മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ തന്നെ ആ നായയെ മഹാനവറുകൾ, ആ നായയും ആ മഹാനവറുകളും കൂടെ ഒരു ദൂരസ്ഥലത്ത് പോയി, ആ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി. ആ നായയും മഹാനവറുകളെ അവിടെ വെച്ചുകൊണ്ട് നായയെ ശുശ്രൂഷിച്ചു, അതിനു വേണ്ട ചികിത്സകൾ മുഴുവനും കൊടുത്തു. 40 ദിവസത്തോളം മഹാനവറുകൾ ആ നായയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് താമസിച്ചു എന്നാണ് മഹാനവറുകളുടെ ചരിത്രം പറയുന്നത്. നമ്മളാണെങ്കിലോ അങ്ങനത്തെ ഒരു നായ, ചെറിയൊരു മുറിവുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ഇതാരാണ് ഈ ചെയ്യുന്നത്? അതാണ് നമുക്ക് അത്ഭുതം. ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരാണ്. ഒരുപാട് ശിഷ്യന്മാരും മുരീദന്മാരും തൻ്റെ കൂടെ ഏത് സമയത്തും ഉണ്ടാകും. വലിയ സ്ഥാനത്തുള്ളവരായിരുന്നു. മഹാനവറുകൾക്ക് അതൊന്നുമല്ല വിഷയം. ആ നായയെ കൊണ്ടുപോയി അതിന് ചികിത്സ കൊടുത്തു. അത് ശരിയായ പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടി. ആ മുറിവുകളൊക്കെ മാറിയതിന് ശേഷമാണ് മഹാനവറുകൾ ആ നായയും കൂട്ടി ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നത്. ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. മാത്രമല്ല ആ നാട്ടിലുള്ള രോഗികളായ ആളുകളെ മഹാനവറുകൾ ഏത് സമയത്തും രോഗസന്ദർശനത്തിലായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് പോകും, രോഗികളായ ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, രോഗസന്ദർശനം സുന്നത്തായ കാര്യമാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നിർബന്ധമായ കാര്യമാണ്. അത്രയും വലിയ സ്ഥാനം കൊടുത്തു. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളതാണ് രോഗസന്ദർശനം, കുടുംബ സന്ദർശനം, കുടുംബബന്ധം ചേർക്കുക. അതുപോലെ തന്നെ അശരണായ ആളുകൾ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണ്. അപ്പോൾ നമ്മൾ കരുതുന്നത് ദീൻ എന്ന് പറയുന്നത് ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ് നോൽക്കുക, ഒരുപാട് ദിക്റ് ചൊല്ലിയാൽ എനിക്ക് സ്വർഗം കിട്ടി എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ തെറ്റാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്കല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലേ? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്കറിയണമെങ്കിൽ ഇതില്ലാത്ത ആളുകളെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി.
ഒന്ന് മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോയി നോക്കുക. അവിടുത്തെ ഓരോ രോഗികളുടെ അവസ്ഥ കാണുമ്പോൾ ഒന്ന് നടന്നു പോയാൽ മതി. ആ വരാന്തയിലൂടെ ഒന്ന് ഇങ്ങ് നടന്നു പോയാൽ തന്നെ അൽഹംദുലില്ലാ, ഞാനൊക്കെ എത്ര ഭാഗ്യവാന്മാനാണ്, ഞാനൊക്കെ എത്ര ഭാഗ്യം ചെയ്തയാളാണ്, അള്ളാഹു എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും ആ സമയത്ത്. കാരണം നമ്മളെക്കാളും വളരെ മോശമായ വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം അവിടെ കഴിയുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കരുതി സന്തോഷിക്കുന്നതിന് പകരം നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇനി അതിനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട്, ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അത് സാമ്പത്തികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഇതായിരുന്നു മുൻകാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ അവരുടെ ജീവിതം മുഴുവനും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സഹജീവികളോടുള്ള സ്നേഹം എങ്ങനെയാണ് ജീവിതത്തിൽ കാണിക്കേണ്ടത് എന്നൊക്കെ മഹാനവറുകൾ നമുക്ക് വ്യക്തമായ മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് ഇവിടെ നിന്നും വലിയ ഇത്തരം ഉന്നതമായ സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരുടെ കൂടെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.